ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൽ മെഷർമെൻറ്റോട് കൂടിയ ഡ്രോയിങ്സ് അതിൻ്റെ മെഷർമെൻറ്റ് ചേഞ്ച് ആവാതെ സ്കെയിൽ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഓട്ടോകാഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഒരു സിമ്പിൾ ഡ്രോയിങ് ജസ്റ്റ് ഇതിനു വേണ്ടി വരച്ചു വെച്ചതാണ്. ഞാൻ ഇതിൻ്റെ 2 കോപ്പി എടുക്കുന്നു. 1, 2. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് സ്കെയിൽ ചെയ്യാം. ഞാൻ ആദ്യം ഈ ഡ്രോയിങ് പകുതിയാക്കി കുറക്കുന്നു. ഓക്കെ, ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. സ്കെയിൽ ചെയ്യുന്നതിന് വേണ്ടി കമാൻഡ് അടിച്ച് ഒരു ബേസ് പോയിന്റ് എടുത്ത് 0.5 കൊടുത്ത് പകുതി ആക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 200 ആണ്, അതേപോലെ ഇവിടെ 370, 490, 580. നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഇത് ഇപ്പോൾ ഇവിടെ എല്ലാം അതിൻ്റെ നേർ പകുതി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടെ ഒന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ സ്കെയിൽ ഡബിൾ ആക്കുന്നു. ഓക്കെ, സ്കെയിലിന് വേണ്ടി കമാൻഡ് അടിക്കുന്നു. ബേസ് പോയിന്റ് 2 അടിച്ച് എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഡബിൾ ആയിട്ടുണ്ട്. കാണാൻ പറ്റും. 200 ഉള്ളത് 400 ആയി, 580 ഉള്ളത് 1160 ആയി. ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് ശരിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഓൾറെഡി ഇതിൻ്റെ ഒരു ഡിം സ്റ്റൈൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതിനു വേണ്ടി മെഷർമെൻറ്റിന് വേണ്ടി ഡിം സ്കെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ വെറുതെ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഡയമെൻഷനുകൾ ശരിയാക്കുന്നതിന് വേണ്ടി ഡയമെൻഷൻ സ്റ്റൈലിൽ പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഡി അടിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഡയമെൻഷൻ സ്റ്റൈൽ ഉണ്ട്. അതായത് സ്റ്റൈൽ 1 എന്ന് ഉള്ള ഒരു ഡയമെൻഷൻ സ്റ്റൈൽ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു പുതിയ കോപ്പി എടുക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കോപ്പി ഓഫ് സ്റ്റൈൽ 1 എന്ന്. അതിൻ്റെ പേര് ഞാൻ സ്റ്റൈൽ 2 എന്നാക്കി കൊടുക്കുന്നു. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലൈൻസ്, സിംബൽസ് ആൻഡ് ആരോസ്, ടെക്സ്റ്റ്, ഫിറ്റ്, പ്രൈമറി യൂണിറ്റ്സ്. ഈ പ്രൈമറി യൂണിറ്റ്സിൽ നിങ്ങൾക്ക് ഇവിടെ സ്കെയിൽ ഫാക്ടർ കാണാൻ പറ്റും. ഞാൻ ഇത് 1 ആയിരിക്കും ഇപ്പോൾ ഉള്ളത്. ഞാൻ അത് 0.5 കൊടുക്കുന്നു. ഓക്കെ, ക്ലോസ്. ഇനി ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഓപ്പൺ ചെയ്യുന്നു. ഈ സ്റ്റൈൽ 1ൻ്റെ ഒരു കോപ്പി കൂടെ എടുക്കുന്നു. അതിന് ഞാൻ സ്റ്റൈൽ 3 എന്ന് കൊടുക്കുന്നു. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുന്നു. ഈ പ്രൈമറി യൂണിറ്റ്സിൽ ഈ 1 എന്നുള്ളത് 2 ആക്കി കൊടുക്കുന്നു. ഓക്കെ, അതും ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ ശരിയാക്കുന്നത് എങ്ങനെ നോക്കാം. ഇതിൻ്റെ ഇപ്പോഴത്തെ ഡയമെൻഷൻ സ്റ്റൈൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. സ്റ്റൈൽ 1 ആണ്. ഞാൻ ഇത് സ്റ്റൈൽ 3 ആക്കി കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പഴയ അതേ ഡയമെൻഷൻ മെഷർമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞു. നിങ്ങൾ സ്കെയിൽ വാല്യൂ ചെറുതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമുക്ക് അത് 1 എന്നുള്ളത് 2 ആക്കി കൊടുത്തത് സെലക്ട് ചെയ്യുക. ഇനി സ്കെയിൽ വാല്യൂ വലുതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ സ്കെയിൽ ഫാക്ടർ അതിൻ്റെ ചെറുതാക്കി കൊടുത്തത്, അതായത് 1 എന്നുള്ളത് 0.5 ആക്കി കൊടുത്തത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതാ ഇവിടെയും ഇതിൻ്റെ അതേ തന്നെ മെഷർമെൻറ്റ് വാല്യൂ വന്നു കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.